സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സീറ്റ് വിഭജന ചർച്ചകളുമായി മുന്നോട്ട് പോകുമ്പോൾ ബി.ജെ.പിയിൽ എന്താണ് സംഭവിക്കുന്നത്? തിരുവനന്തപുരം ബി.ജെ.പി വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ്. അവിടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറെ മത്സരിപ്പിക്കുവാൻ ബി.ജെ.പി ശ്രമിക്കും. ഇതിനുള്ള ചർച്ചകൾ തുടരുകയാണ് എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുകയാണ്. രാജീവ് ചന്ദ്രശേഖറെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുവാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആരൊക്കെയാവും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ? ഡൽഹിയിലേക്ക് ചർച്ച നീളുകയാണ്. ഡൽഹിയിലേക്ക് കെ സുരേന്ദ്രനെ വിളിപ്പിച്ചിരിക്കുകയാണ്. മിക്കവാറും ഞായറാഴ്ചയോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാകും എന്ന വിവരമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. തിരുവനന്തപുരത്ത് നടി ശോഭനയെ ബി.ജെ.പി പരിഗണിക്കുന്നു എന്ന കാര്യവും ഇപ്പോൾ ഉണ്ട്. ഇത് ചർച്ചയിലുള്ള വിഷയമാണ്. രാജീവ് ചന്ദ്രശേഖരന് പുറമെ നടി ശോഭനയും തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ പരിഗണനയിലുണ്ട്. ശശി തരൂരിനെ വീഴ്ത്താൻ പല അടവുകളും പയറ്റുകയാണ് ബി.ജെ.പി തിരുവനന്തപുരത്ത്. കുറെ സീറ്റുകളുടെ കാര്യത്തിൽ ഇതിനകം തന്നെ ധാരണയായിട്ടുണ്ട്. തൃശ്ശൂരിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപിയാണ് എന്ന കാര്യത്തിൽ ധാരണ വന്നു കഴിഞ്ഞതാണ്. അതേസമയത്ത് തന്നെ കെ ശൈലജയെ വടകരയിൽ CPM ഇറക്കുന്നത് കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ ചിലപ്പോൾ വടകരയിൽ മത്സരിപ്പിച്ചേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഈ ശോഭന ചർച്ച അത് ശരിയാണോ? ബി.ജെ.പിയിൽ സജീവമാണോ ഇപ്പോൾ ഈ ചർച്ച? ഏതായാലും ബി.ജെ.പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക കേന്ദ്ര നേതൃത്വമായിരിക്കും. മഞ്ജുഷ്, അക്കാര്യത്തിൽ ഒരു തീരുമാനം വ്യക്തത വന്നിട്ടുണ്ട്. കേന്ദ്ര നേതാക്കൾ നേരിട്ടിടപെട്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാവുക. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം കേന്ദ്ര നേതാക്കളിൽ ചിലർ ശോഭനയുമായി സംസാരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ നരേന്ദ്രമോദി പങ്കെടുത്ത ചില പരിപാടികളിൽ ശോഭനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അത് വലിയ സൈബർ വിമർശനങ്ങൾക്കിടയാക്കിയ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ആ ഘട്ടത്തിലൊന്നും ശോഭന കാര്യമായി പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ശോഭനയെ കേന്ദ്ര നേതൃത്വം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വ്യക്തത പറയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര നേതൃത്വമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ശോഭനയെ ഇവിടെ ശക്തമായി പരിഗണിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, തരൂരാണ് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. പന്ന്യൻ രവീന്ദ്രൻ LDFന്റെ സ്ഥാനാർത്ഥിയായി ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ശക്തമായൊരു ത്രികോണ മത്സരം ബി.ജെ.പി പ്രതീക്ഷ വെക്കുന്ന ഈ മണ്ഡലത്തിൽ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. അതിനുള്ള പ്രതീക്ഷകൾ. ഒപ്പം ശോഭനയില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഇപ്പോഴത്തെ മനസ്സിലുള്ളത്. നമുക്കറിയാം, ഒപ്പം സുരേഷ് ഗോപി, വി മുരളീധരൻ, PC ജോർജ്, C കൃഷ്ണകുമാർ എന്നിവർ അവിടെ സ്ഥാനാർത്ഥം ഉറപ്പിച്ച കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി തൃശ്ശൂരും, വി മുരളീധരൻ ആറ്റിങ്ങിലും, PC ജോർജ് പത്തനംതിട്ടയിലും, C കൃഷ്ണകുമാർ പാലക്കാട്ടും, ഈ 4 പേരാണ് ഇപ്പോൾ മത്സരിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പ് വന്നിരിക്കുന്നത്. PC ജോർജിനോട് പല എതിർപ്പുകളും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമുണ്ടല്ലോ. അത് BDJS-ൽ നിന്ന് പോലും അങ്ങനെയുള്ള എതിർപ്പുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഷോൺ ജോർജിനെ, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നുണ്ടോ? ഷോൺ ഇപ്പോൾ ഒരു നല്ല ചോയ്സാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തുടർച്ചയായിട്ട് രേഖകൾ, എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് മകൾക്കെതിരെ രേഖകൾ പുറത്തുവിടുന്നു, കോടതിയെ സമീപിക്കുന്നു. ഇതൊക്കെ ഷോണിനുള്ള ഒരു മുൻതൂക്കം എന്ന രീതിയിലുണ്ടല്ലോ. അങ്ങനെ ഒരു പരിഗണന ഉള്ളതാണോ? ഷോണിന് പക്ഷേ താല്പര്യം കാണുമോ അവിടെ? ഷോണുമായി നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. ഷോണിന്റെ പേര്, ഷോൺ പറയുന്നത് കടുത്ത പിണറായി വിരുദ്ധർ തന്റെ പേര് നിർദ്ദേശിക്കുന്നു. ഇടതുപക്ഷത്തുള്ള ആളുകൾ പോലും ആ കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്നുള്ള കാര്യത്തിൽ. ഷോണിന്റെ ഒരു പ്രതീക്ഷ, കഴിഞ്ഞ തവണ സുരേന്ദ്രൻ ലഭിച്ച ഒരു 2,60,000-ന് മുകളിൽ വോട്ടുണ്ട്. അതിൽ 1,00,000 വോട്ട് കൂടി തന്റെ പിതാവ് PC ജോർജ് സമാഹരിക്കാൻ കഴിയുമെന്നാണ് ഷോൺ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അങ്ങനെ വന്നാൽ പത്തനംതിട്ടയിൽ വിജയം സുനിശ്ചിതമാണ് എന്ന് പറയുന്നു. ഏതായാലും ഷോൺ മത്സരരംഗത്തുണ്ടാകില്ല എന്നാണ് ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് ഈ സമയം വരെയുള്ള വാർത്ത. ഒരുപക്ഷെ PC ജോർജിന്റെ പേര് തന്നെയാണ് സജീവമായി പരിഗണനയിൽ. കാരണം ഷോൺ തൽക്കാലത്തേക്ക് PC-യെ തന്നെയാണ്, PC തന്നെ മത്സരിക്കണമെന്ന ആഗ്രഹക്കാരനും കൂടിയാണ്. ബി.ജെ.പിക്കും താല്പര്യം PC മത്സരിക്കുന്നതിലാണ്. പിണറായി വിരുദ്ധത, പിണറായി വിജയനെതിരെ മകൾക്കെതിരായുള്ള കേസിലൊക്കെയുള്ള ഷോണിന്റെ ഒരു പ്രാധാന്യമാണ് ഷോണിന്റെ പേര് കൂടി ഉയർത്തിക്കാട്ടാനുള്ള സാഹചര്യം ഒരുക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് മഞ്ജുഷ. അത് ലിഷ രഞ്ജിത്ത്. നമുക്കറിയാം, രഞ്ജിത്ത് ശ്രീനിവാസൻ അവിടെ PFI ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളാണ്. അവിടെ ഇപ്പോൾ ഈ ശിക്ഷാവിധിയൊക്കെ ഈ സമയത്ത് നടന്നിരുന്നു. അപ്പോൾ വൈകാരികമായി ആലപ്പുഴ പോലൊരു പ്രദേശത്ത് ലിഷയെ അവതരിപ്പിക്കുന്നത് അത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ ബി.ജെ.പി കേന്ദ്രങ്ങൾക്കുണ്ട്. ആ തരത്തിലുള്ള ചർച്ചയും പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളുണ്ട്. മറ്റൊന്ന്, വടകരയിൽ MT രമേശോ പ്രഫുൽ കൃഷ്ണനോ സ്ഥാനാർത്ഥിയായേക്കാം. കോഴിക്കോട്ട് ശോഭാ സുരേന്ദ്രൻ, വടകരയിലും ശോഭാ സുരേന്ദ്രന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. വടകര ഒരു പ്രധാനമാണല്ലോ. ഇപ്പോൾ കെ ശൈലജ അവിടെ വന്നതോടുകൂടി ശോഭ വരട്ടെ അവിടെ. അങ്ങനെ ശൈലജയ്ക്കെതിരെയുള്ള ഒരു ഏറ്റുമുട്ടലിന് ശോഭയാണ് നല്ലത് എന്നുള്ള കാര്യം ബി.ജെ.പി ആലോചിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും. അവിടെ കോഴിക്കോട്
പി കെ കൃഷ്ണദാസിനെയും എം ടി രമേശിനെയും ശോഭാ സുരേന്ദ്രനെയും പരിഗണിക്കുന്നുണ്ട്. വടകരയിൽ ഒരുപക്ഷെ ശൈലജ വന്ന സ്ഥിതിക്ക് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിച്ചേക്കാം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുന്നുണ്ട്. കാസർഗോഡ് പി കെ കൃഷ്ണദാസിനെയും പ്രകാശ് ബാബുവിനെയും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം മഹിളാ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ML അശ്വിനിയും അവിടെ പരിഗണനയ്ക്കുള്ള ഒരാളാണ്. കണ്ണൂരിൽ കോൺഗ്രസിൽ നിന്നെത്തിയ സി രഘുനാഥിനെ പരിഗണിക്കുന്നു. ഒപ്പം പ്രകാശ് ബാബുവും അവിടെ പരിഗണനയിലുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പൊന്നാനിയിലും പ്രഫുൽ കൃഷ്ണയെയും നിവേദിത സുബ്രഹ്മണ്യത്തെയും പരിഗണിക്കുന്നുണ്ട്. ചാലക്കുടിയിൽ മേജർ രവി പ്രധാനമായും പരിഗണനയിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. മേജർ രവി മത്സരിക്കാൻ സമ്മതം മൂളി എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ എൻ രാധാകൃഷ്ണനും ബി ഗോപാലകൃഷ്ണനും പരിഗണനയിലുണ്ട്. കോട്ടയം സീറ്റ് നമുക്കറിയാം BDJS നൽകും. അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും. അപ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരം കാഴ്ചവെക്കാമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. ആലത്തൂരും ഇടുക്കിയും ഉൾപ്പെടെ 3 സീറ്റുകളാണ് BJP BDJS നൽകുക. മാവേലിക്കരയിൽ പന്തളം സുധാകരന്റെ സഹോദരൻ കൂടിയായ പന്തളം പ്രതാപൻ സംവരണ മണ്ഡലമാണ് അവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ന്യൂനപക്ഷങ്ങൾ, വനിതകൾ, യുവാക്കൾ എന്നിവർക്ക് പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റിലേക്കായിരിക്കും BJP പോവുക. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. വയനാട്ടിലും ഒരു ദേശീയ നേതാവിനെ മത്സരിപ്പിക്കാൻ ഇറക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാരണം വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെയും കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഒരു പ്രധാനപ്പെട്ട ആൾ മത്സരിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിനുള്ള സാധ്യതകൾ ആ തരത്തിൽ ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളുമുണ്ട്. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നേരത്തെ 5 മണ്ഡലങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന BJP 20 മണ്ഡലങ്ങളിലും ഏറെ പ്രാധാന്യത്തോടെ തന്നെ കണ്ടുകൊണ്ട് സർപ്രൈസ് സ്ഥാനാർത്ഥികളെ അടക്കം അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ കെ സുരേന്ദ്രൻ ഡൽഹിക്ക് പോവുകയാണ്. ഈ യാത്ര തൽക്കാലം 2-3 ദിവസത്തേക്ക് മറ്റ് ആൾക്കാരെ, അബ്ദുള്ളക്കുട്ടിയാണ് മലപ്പുറത്തെ യാത്രയുടെ ചുമതല വഹിക്കുന്നത്, മറ്റ് ആൾക്കാരെ യാത്രയുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിക്കൊണ്ട് സുരേന്ദ്രൻ സീറ്റ് വിഭജന ചർച്ചകൾക്കായി ഡൽഹിക്ക് പോകുന്നു. ഞായറാഴ്ചയ്ക്ക് മുൻപ് ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഞ്ജുഷ്. ശരി രഞ്ജിത്ത്, എന്തായാലും സർപ്രൈസ് സ്ഥാനാർത്ഥികൾ കൂടി ഉണ്ടാകും BJPയുടെ ഈ പട്ടികയിൽ എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്. പലരെയും പരിഗണിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്ത് നടി ശോഭനയെ കൂടി BJP പരിഗണിക്കുന്നു എന്നാണ്. ശോഭന ഇല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന രീതിയിലാണ് ഇപ്പോൾ BJPയിൽ ചർച്ച പോകുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കെ സുരേന്ദ്രൻ